ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 26ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ ഈ ഒരു ക്ലാസ് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. ചില സംസ്കാര ശുശ്രൂഷകളും മീറ്റിങ്ങുകളും ഒക്കെ ഉള്ളതുകൊണ്ട് ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാവിലത്തെ കേരള സ്കൂൾ ഓഫ് പ്രീച്ചിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതല്ല. COCയിൽ ചൊവ്വാഴ്ച വൈകുന്നേരം കൊലോസ് ലേഖന പഠനം ഇന്ന് വൈകുന്നേരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ 26ാമത്തെ അവതരണത്തിലാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുവാൻ ആരംഭിച്ചു, നാം എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം. വളരെ സുപ്രധാനമായ ചോദ്യമാണ്, എന്തുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കണം. കാരണം നമ്മുടെ ചുറ്റും അനേകങ്ങൾ പലതരത്തിലുള്ള നിരീശ്വരവാദികളും അജ്ഞേയവാദികളും ചാർവികന്മാരും നിരീശ്വരവാദികളും തത്വചിന്തകന്മാരുമെല്ലാം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ നിരന്തരമായി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനേക ദൈവമക്കളെ സംബന്ധിച്ച് അവർക്കുള്ള വിശ്വാസത്തെ പുറത്തേക്ക് പറയുവാൻ, വെളിപ്പെടുത്തുവാൻ, സംസാരിക്കാൻ പലർക്കും കഴിയാതെ പോകുന്നു. 3 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമതായി, വിശ്വാസികൾക്ക് ഭയമാണ്. അവരുടെ വിശ്വാസം പരിശോധനാ വിധേയമാക്കിയാൽ നിലനിൽക്കുമോ എന്ന ഭയത്തിൽ അനേക വിശ്വാസികൾക്ക് ആത്മവിശ്വാസമില്ലാതെ, നിശ്ചയമില്ലാതെ കഴിഞ്ഞുകൂടുന്നു. അതൊരു കാരണം. വാസ്തവത്തിൽ അവരറിയുന്നില്ല, ദൈവവിശ്വാസം, ക്രിസ്തീയ വിശ്വാസം പരിശോധന വിധേയമാക്കിയാലും അത് ഉറപ്പുള്ള അടിസ്ഥാനത്തിൽ തന്നെ പണിതിരിക്കുന്നത് കൊണ്ട് നിലനിൽക്കും. രണ്ടാമത്തെ കാരണം, വിശ്വാസികൾക്ക് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രസ്താവിക്കാനുള്ള പരാജയത്തിൻ്റെ കാരണം വേണ്ട അറിവ് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടില്ല. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന വിഷയം ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എതിരിടാൻ പറ്റുന്നില്ല. വിവരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവരത് അറിയാനും പഠിക്കാനും സമയം കണ്ടെത്തിയിട്ടില്ല. മൂന്നാമതായിട്ട് കാരണം നമ്മൾ കണ്ടു, ചിലരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് വിശ്വാസവും യുക്തിയും അഥവാ ബുദ്ധിയും തമ്മിൽ ചേർന്ന് പോകില്ല. വിശ്വാസം ഒരു തരത്തിൽ അന്ധമായ, കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ്. അതിനകത്ത് യുക്തിയില്ല, ന്യായമില്ല, അനുമാനമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. വ്യക്തമായ തെളിവുകൾ ദൈവം തന്നിട്ടുണ്ട്. യുക്തിഭദ്രമാണ് വിശ്വാസം. ബുദ്ധിക്ക് തെളിവായിട്ടാണ് ദൈവം സകലവും വെളിപ്പെടുത്തി റോമാലേഖനത്തിൽ പറയും. മനുഷ്യന്റെ ബുദ്ധികൾ കൊണ്ട് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം തൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പത്രോസിലൂടെ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന, നിങ്ങളുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഇപ്പം ന്യായം അവതരിപ്പിക്കാൻ കഴിയും. നമ്മുടെ പ്രത്യാശ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ന്യായമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ കഴിയുമെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ചും വചനത്തിൻ്റെ പരിപാവനത്തെക്കുറിച്ചും അപ്രമാദിത്വത്തെക്കുറിച്ചും എല്ലാം നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ആവശ്യമായുള്ള അറിവുകൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കുവാൻ നാം അതിന് തയ്യാറാകണം എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ പഠനങ്ങൾ അതിനുവേണ്ടിയുള്ളത്, നമ്മെ ബലപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും. അതോടൊപ്പം തന്നെ നിരീശ്വരവാദികളുടെയും ചാർവികന്മാരുടെയും അന്ധവിശ്വാസികളുടെയും അവരുടെ വാദത്തിൻ്റെ പൊള്ളത്തരം വെളിപ്പെടുത്തുക കൂടെ ചെയ്യുകയാണ് ഈ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നാം പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന എന്താണ്, ഏറ്റവും അടിസ്ഥാന പരിഗണന എന്താണ്, ജീവിതത്തിൻ്റെ അടിസ്ഥാന പരിഗണന എന്തിനെക്കുറിച്ചായിരിക്കണം? ദൈവത്തിൻ്റെ അസ്തിത്വം. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള പരിഗണനയാണ് മതപരമായി, ആത്മീയമായി ഏറ്റവും സുപ്രധാനമായ പരിഗണനാ വിഷയം. മറ്റൊന്നും ഇതിന് തുല്യമായി പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് സഭാപ്രസംഗി തൻ്റെ ജീവിതത്തിൽ, ജ്ഞാനിയായ ശലോമോൻ ജീവിതത്തിൻ്റെ എല്ലാ പരിശോധനകൾക്ക് ശേഷം വ്യക്തമായിട്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി. ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 12ാം അധ്യായത്തിൻ്റെ 13ാം വാക്യത്തിൽ എല്ലാറ്റിൻ്റെ സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. മനുഷ്യർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരാകുക. ഇപ്പോൾ ദൈവത്തിൻ്റെ സർവശക്തി, ദൈവത്തിൻ്റെ സർവജ്ഞാനം, ദൈവത്തിൻ്റെ പരിപാലനം, ഈ വിഷയങ്ങളെക്കുറിച്ച് ദൈവവചനം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ അർത്ഥമില്ലാത്തതായി മാറും വ്യക്തിപരമായൊരു ദൈവമില്ലെങ്കിൽ. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, കരുണയോടുകൂടി നമ്മോട് ഇടപെടുന്ന
ഒരു ദൈവം, വ്യക്തിപരമായ ദൈവമില്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ അത്യുന്നത ശക്തി, ദൈവജ്ഞാനം, ദൈവത്തിൻ്റെ കരുണ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ദൈവമില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകവും കള്ളമാവും. ദൈവമില്ലെങ്കിൽ ഈ പുസ്തകം കള്ളമാണ്, ലോകം കണ്ട ഏറ്റവും വലിയ കള്ളമായി മാറും. അവിടെ അങ്ങനെ ഒരു ദൈവമില്ല. ഇല്ലാത്തൊരു ദൈവത്തെക്കുറിച്ച് മനുഷ്യർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളായി, എഴുത്തുകളായി മാറും. അപ്പം ദൈവമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവമില്ല എങ്കിൽ കർത്താവ് യേശുവിൻ്റെ ദൈവീകത്വം, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രാണന്റെ അമർത്യത, മരണത്തിന് ശേഷമുള്ള ന്യായവിധി, ഇതെല്ലാം വ്യാജമെന്ന് തെളിയും. അതെല്ലാം തള്ളിക്കളയാൻ എളുപ്പമാണ് ദൈവമില്ലെങ്കിൽ. ഇപ്പൊ ദൈവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഒരു മനുഷ്യൻ പരിഗണിക്കേണ്ട വിഷയം മറ്റൊന്നുമല്ല, ദൈവത്തെക്കുറിച്ചാണ്. എല്ലാം അതിന് ചുറ്റുമാണ് നിൽക്കുന്നത്. ഇപ്പൊ ദൈവം എന്ന ചോദ്യം ഏറ്റവും വലിയ ചോദ്യമാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച്. എന്നാൽ ഭൂമിയിലെ ജീവിതത്തിന് മനുഷ്യൻ അറിയേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യമാണ്, അറിഞ്ഞിരിക്കേണ്ട ഉത്തരമാണ് ദൈവത്തെക്കുറിച്ചുള്ളത്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ളത്, ദൈവം വാസ്തവമായി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ ദൈവം വാസ്തവത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ, മനസ്സിലാക്കാൻ സാധിച്ചാൽ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ വ്യർത്ഥമല്ല എന്ന് ബോധ്യപ്പെടും. ദൈവമേ എന്ന് വിളിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശിക്കുന്നത് ഒന്നും വെറുതെ അല്ല എന്ന് ബോധ്യപ്പെടും. ദൈവത്തിൻ്റെ അസ്തിത്വം നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ശൂന്യതയിലേക്കല്ല, വായുവിലേക്കല്ല നമുക്ക് തിരിച്ചറിവുണ്ടാകും. നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ബോധ്യമുണ്ടെങ്കിൽ. ഇപ്പൊ ദൈവമക്കളെ സംബന്ധിച്ച് സകലത്തെയും പരിപാലിച്ച് ഈ പ്രപഞ്ചത്തെ, അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ച ഒരു ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്ന തിരിച്ചറിവ്, ബോധ്യമുണ്ടെങ്കിൽ ആ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും, ലക്ഷ്യമുള്ളതായിട്ട് മാറും. ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെടുമ്പോൾ അത് നമ്മെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് നമുക്ക് നൽകി തരും. മനുഷ്യൻ വാസ്തവത്തിൽ ആരാണ്, എന്താണെന്നുള്ള ശരിയായ കാഴ്ചപ്പാട് മനുഷ്യൻ ലഭിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നാം തിരിച്ചറിയുമ്പോഴാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം, ദൈവമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും നാം സൃഷ്ടിക്കപ്പെട്ട ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. മൃഗങ്ങളെപ്പോലെ വെറും മോഹങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി, ശരീര സുഖത്തിന് വേണ്ടി ജീവിക്കേണ്ട ഒരു സൃഷ്ടിയല്ല മനുഷ്യനെന്നും. മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഛായയിൽ, ദൈവത്തെ ആരാധിച്ച് തേജസ്സിലേക്ക് പോകുന്ന യാത്രയിൽ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കേണ്ട ഒരു സൃഷ്ടിയാണ് മനുഷ്യനെന്നും മനുഷ്യൻ തൻ്റെ ഉദ്ദേശത്തെ കണ്ടെത്തും ദൈവത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ. ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരു മൃഗമാണ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെയൊക്കെ പൊള്ളത്തരം അവിടെയാണ്. ഈ വിഷയത്തിൽ, ഈ പഠനത്തിൽ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, വീണ്ടും ഉയർന്നു വരുന്ന ചോദ്യം, ദൈവത്തിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ കഴിയുമോ? ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഒരു പുസ്തകത്തിന് 2 കിലോ 3 കിലോ ഭാരമുണ്ട് എന്ന് നമ്മൾ തെളിയിക്കുന്ന പോലെ, ത്രാസിൽ വെച്ച് തൂക്കി നോക്കി തെളിയിക്കുന്ന പോലെ ദൈവത്തെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഈ ഭൂമിയുള്ള യാതൊന്നുകൊണ്ടും, പരിമിതമായ യാതൊന്നുകൊണ്ടും, മാനുഷികമായ യാതൊരു അവസ്ഥകൾ കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ പറ്റില്ല. ദൈവത്തെ തെളിയിക്കുമ്പോൾ ഒരു കാർ അല്ലെങ്കിൽ ഒരു വാഹനം, ചുമന്ന പെയിന്റ് അടിച്ചൊരു കാറ് കണ്ടാൽ ഈ കാറ് ചുമന്ന കാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ തെളിയിക്കുന്ന പോലെ ദൈവത്തെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലുള്ള യാതൊരു വസ്തുക്കളെ കൊണ്ട് ദൈവത്തോട് നമുക്ക് തുലനം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം മോശയോട് പറഞ്ഞത്, ഭൂമിയിലുള്ള യാതൊന്നും, ഭൂമിക്ക് കീഴെയുള്ള യാതൊന്നും, ഭൂമിക്ക് മീതെയുള്ള യാതൊന്നിൻ്റെ വിഗ്രഹമുണ്ടാക്കരുത്. ദൈവത്തെ അതിനോട് തുലനം ചെയ്യരുത്, സാമ്യപ്പെടുത്തരുത്. ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നും ദൈവത്തെ കാണിച്ചു തരാൻ പര്യാപ്തമല്ല. അതായത് ദൈവം എന്താണ്, ആരാണ്, എങ്ങനെയുള്ളവരാണ് എന്ന് പൂർണ്ണമായി തെളിയിച്ചു തരുവാൻ പര്യാപ്തമായ യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഭൂതക്കണ്ണാടിയിലൂടെയോ സൂക്ഷ്മദർശനിലൂടെ നമുക്ക് നോക്കി കണ്ടെത്താൻ കഴിയുന്നതല്ല ദൈവം. ഇപ്പൊ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവമുണ്ടെന്നുള്ള സത്യത്തെക്കുറിച്ച് ഈ മാർഗങ്ങളിലൂടെ തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റൊരു മാർഗമുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. ഒരു അനുമാന സിദ്ധാന്തമായ ചില ഊഹങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉപസംഹാരമുണ്ട്. മറ്റനേക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്. നമ്മുടെ പഠനത്തെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആ മാർഗമാണ്. അനേക തെളിവുകൾ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അനേക തെളിവുകൾ നമ്മൾ പരിശോധിച്ചിട്ട് ഒരു ഉത്തരത്തിലെത്തുന്ന അവസ്ഥ.
ദൈവമുണ്ട് എന്ന വാസ്തവം തെളിയിക്കപ്പെടാനുള്ള അനേക അനുമാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ ന്യായമായുള്ളൊരു രീതിയാണ്. ദൈവമക്കളെ സംബന്ധിച്ചത് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗമാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിനകം ഈ വിഷയത്തിൻ്റെ പഠനത്തിൽ പല പഠനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ആവർത്തിച്ചെന്ന് വരും. ഒരു കണക്കിലും നല്ലതാണ്. ദൈവവചനത്തിൽ പോലും പത്രോസ് പറയും, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം കേട്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യരാണ് നാം. പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള ലോകത്തിൽ അനേക വിഷയങ്ങൾ പോലെ ആത്മീയ കാര്യങ്ങൾ പെട്ടെന്ന് കേട്ടാൽ തങ്ങി നിൽക്കില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും ദൈവത്തോടുള്ള ആഴമായ സ്നേഹമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ വിഷയങ്ങൾ, ചില വിഷയങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞെന്ന് വരും. അപ്പോൾ ആദ്യമായി ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹേതു, കാരണം, ഹേതു അല്ലെങ്കിൽ നിദാനഭൂതമായിട്ടുള്ള തെളിവുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് ചുറ്റുമൊന്ന് കണ്ണു തുറന്ന് നോക്കുക. നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണു തുറന്ന് നോക്കുക. ഒരു അഖിലാണ്ടം, ഒരു പ്രപഞ്ചമുണ്ട്. ഭൂമി മാത്രമല്ല, ആകാശം, ആകാശഗംഗകൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മറ്റ് ഗ്രഹങ്ങൾ, അതിന് മുകളിലുള്ളതായ സൗരയൂഥങ്ങൾ, താരാപഥങ്ങൾ തുടങ്ങിയൊരു ബ്രഹ്മാണ്ഡമായ ഒരു പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിൽ ഭൂമി ഒരു ചെറിയ ഭാഗം മാത്രം. നമ്മുടെ ലോകം അതിനുള്ളിലാണ്, ഈ വലിയ ബ്രഹ്മാണ്ഡത്തിനുള്ളിൽ. ഈ ലോകത്തിൽ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മളെ ചുറ്റും പൂക്കളുണ്ട്, മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പശുവുണ്ട്, മനുഷ്യരുണ്ട്. ഇങ്ങനെയുള്ള പലതുണ്ട്. ഇതെല്ലാം എവിടെ നിന്ന് ഉത്ഭവിച്ചു? ഇതൊക്കെ എവിടെ നിന്ന് ഉത്ഭവിച്ചു? സ്വതസിദ്ധമായ, അതായത് തന്നിൽ തന്നെ സത്യമായൊരു കാര്യമാണ്. ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകില്ല. എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ പിന്നിൽ വേണം. ഒരു സമയത്തും ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ ഉള്ളതിൻ്റെ പിന്നിൽ ഒന്നുമില്ലായ്മയല്ല. കാരണം നമ്മളെ ചുറ്റും നമ്മൾ കണ്ടുപോകും, വലിയ അഖിലാണ്ട ബ്രഹ്മാണ്ഡമായ ഒരു പ്രപഞ്ചമുണ്ട്. ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല, അങ്ങനെ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ജീവൻ, ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നാം അനുഭവിക്കുന്ന ജീവൻ, അതിനൊരു ഉത്ഭവം വേണം, അതിനൊരു കാരണം വേണം, ഉറവിടം വേണം. ആ ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വേണം, ആരെങ്കിലും വേണം. ചിലപ്പോൾ വസ്തുവാകാം, വ്യക്തിയാകാം. ഈ ജീവന്റെ ഉത്ഭവത്തിന് ഒരു കാരണമുണ്ടാകണം. ഇപ്പൊ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് സാധ്യതകളേ ഉള്ളൂ. രണ്ട് ഉത്തരങ്ങളേ ഉള്ളൂ. ചോദ്യങ്ങൾ, രണ്ട് സാധ്യതകൾ. ഒന്ന് മനസ്സ്, അല്ലെങ്കിൽ പദാർത്ഥം. ഇതിലേതെങ്കിലും ഒന്നിൽ നിന്ന് വേണം ജീവൻ വരാൻ. ഒന്നുകിലൊരു മനസ്സ്, അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ. അതായത് മണ്ണ്, വെള്ളം, ആവി, അഗ്നി എന്ന് പറയുന്ന പോലെ പദാർത്ഥങ്ങൾ. ഇതിൽ ഒന്ന് നിത്യമായതായിരിക്കണം, ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും കാരണമായി മാറണം. ഇതിലേതെങ്കിലും ഒന്ന്, രണ്ടും ഒരുമിച്ച് വരില്ല. ഏതെങ്കിലും ഒന്ന് ഈ കാണുന്ന സകലത്തിൻ്റെയും പിന്നിൽ കാരണമായി ഉണ്ടായിരിക്കണം. അത് നിത്യമായതായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ ചില കാലടിപ്പാടുകൾ കണ്ടു എന്ന് വിചാരിക്കുക. ആ പൊടിമണ്ണിൽ, അല്ലെങ്കിൽ നനഞ്ഞ മണ്ണിൽ, മൃദുവായ ആ പ്രതലത്തിൽ ചില കാലടിപ്പാടുകൾ കണ്ടു. ആ കാലടിപ്പാടുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം, ആരോ ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. ഈ കാലടിപ്പാടുകൾ, അത് എന്താണ് വാസ്തവത്തിൽ? കാലടിപ്പാടുകൾ ഫലമാണ്. അപ്പം അതിൻ്റെ പിന്നെ ഒരു കാരണം വേണം. അപ്പം നമ്മൾ ശബ്ദം കേട്ടുമ്പോൾ ഒരു കാരണം അതിൻ്റെ പുറകിലുണ്ട്, ആ ശബ്ദത്തിൻ്റെ. അപ്പം ഈ കാലടികൾ ഒരു ഫലമാണ്, അതിൻ്റെ പിന്നിൽ ഒരു കാരണം വേണം. നേരത്തെ ഇതുവഴി ആരോ നടന്നു പോയി, അതാണ് കാരണം. ഒരു വ്യക്തി ഇതുവഴി കടന്നു പോയിട്ടുണ്ട്, സ്ത്രീയാണോ പുരുഷനെന്ന് അറിയില്ല. അതേക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കുന്നവർക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. ഒരാൾ ഇതുവഴി നടന്നുപോയി, അതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ആ നടന്നു പോയെന്ന കാരണത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? കാൽപ്പാടുകൾ അവിടെ ഉണ്ടായി. ഈ തത്വം പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ഇതിനെ ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനും കഴിയും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഖിലാണ്ടം, അതിൻ്റെ പിന്നിൽ ഒരു മനസ്സ് അല്ലെങ്കിൽ പദാർത്ഥം ഉണ്ടാകണം. ഇപ്പൊ ന്യായമായിട്ട് നമ്മൾ പറയുകയാണ്, ഇതെല്ലാം ഉണ്ടായത് വെറുതെ ശൂന്യതയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ചേരുന്ന ഒരു വിഷയമല്ല. രണ്ടും ഒരുമിച്ചല്ല ഇതിൻ്റെ കാരണം. മനസ്സും പദാർത്ഥവും ഒരുപോലെ ഇതിൻ്റെ കാരണമല്ല പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന്.
അഖിലാണ്ടത്തിന് ഉത്ഭവത്തിന്. പക്ഷെ ഈ മനസ്സ്, ഈ ബുദ്ധി വൈഭവം, അതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ഉണ്ടായത്. അപ്പം ഇതിലേതാണ് ആദ്യം സംഭവിച്ചത്? മനസ്സാണോ പദാർത്ഥങ്ങളാണോ? മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി വൈഭവം, ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ഒരു ബുദ്ധി വൈഭവം ഈ പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നമുക്ക് വിശദമായി മനസ്സിലാക്കി തരാം. അപ്പൊ ഈ ബുദ്ധി വൈഭവം പദാർത്ഥങ്ങളിൽ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ മനസ്സാണ് കാരണം. ഈ കാണുന്ന പദാർത്ഥങ്ങൾ അതിൻ്റെ ഫലമാണ്. അത് സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, പുഴകളാകട്ടെ, മത്സ്യങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, അതൊക്കെ ഫലമാണ്. ഇതുണ്ടായതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, ഒരു മനസ്സുണ്ട്. ഇത് തിരിച്ച് സംഭവിച്ചാൽ ആകപ്പാടെ അന്തരീക്ഷം അലങ്കോലമാകും, ഐക്യത തകരും. എങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒരു കൂട്, പക്ഷിയുടെ കൂട്, പക്ഷിക്കൂട് അല്ല അതിനുള്ളിലുള്ള പക്ഷിയെ ഉണ്ടാക്കിയത്. പക്ഷിക്കൂടല്ല പക്ഷിയെ ഉണ്ടാക്കിയത്. അതിന് ആ കൂട്ടിനകത്ത് വളരാൻ, ഇരിക്കാൻ ആ പക്ഷിയെ സൃഷ്ടിച്ചത് ആ പക്ഷിയുടെ കൂടല്ല. ഒരു വലിയ ദൂരദർശിനിയല്ല വാനനിരീക്ഷകനെ സൃഷ്ടിച്ചത്. ദൂരദർശിനിയല്ല വാനനിരീക്ഷകനെ സൃഷ്ടിച്ചത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, കാറല്ല ഡ്രൈവറെ സൃഷ്ടിച്ചത്. ആ കാറ് അല്ല ഡ്രൈവറെ സൃഷ്ടിച്ച് അതിനകത്തിരുന്ന് നിയന്ത്രിക്കുന്ന ഡ്രൈവർ ഉണ്ടായി. ഡ്രൈവറാണ് കാറിനെ നിയന്ത്രിക്കുന്നത്. പക്ഷിയാണ് കൂടുണ്ടാക്കിയത്. വാനനിരീക്ഷകനാണ് ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പം മനസ്സ് പദാർത്ഥത്തെക്കാളും വലുതാണ്. മനസ്സ് പദാർത്ഥത്തെക്കാളും വലുതാണ്. ഇപ്പൊ ജീവൻ, മനസ്സുൾപ്പെടെ ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കില്ല. ജീവനില്ലാത്ത പദാർത്ഥത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കില്ല. അപ്പോൾ പദാർത്ഥങ്ങൾ അതിൻ്റെ ശരിയായ അവസ്ഥയിൽ പുറമേ നിന്നുള്ള ഒരു ഊർജം, ശക്തി, ചലനമുണ്ടായാൽ മാത്രമേ പദാർത്ഥങ്ങൾ എന്തെങ്കിലുമായി രൂപപ്പെടുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു വലിയ പാറ. ഈ പാറ തനിയെ ഒരു പ്രതിമയായി, ഒരു മാലാഖയുടെ പ്രതിമയായി രൂപപ്പെടില്ല. ഈ പാറ ഒരു വലിയ മാലാഖയുടെ പ്രതിമയായി രൂപപ്പെടണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരു ശക്തി, ഊർജം, ബലം, അധ്വാനം ആവശ്യമാണ്. പാറ തനിയെ മാലാഖയായി പ്രതിമയായി രൂപപ്പെടില്ല. കാരണം പദാർത്ഥങ്ങൾക്ക് സ്വയം അങ്ങനെ ആകാൻ കഴിവില്ല. പദാർത്ഥങ്ങൾ താനെ അവിടെ കിടന്നിട്ട് താനെ അങ്ങനെ രൂപപ്പെട്ടു വരില്ല. അപ്പൊ പദാർത്ഥങ്ങൾ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഊർജം വേണം, അതിൻ്റെ പിന്നിൽ ഒരു ബലം വേണം, ഒരു അധ്വാനം വേണം. അത് വളരെ ആവശ്യമാണ്. ഇപ്പൊ മനസ്സെന്ന് പറയുന്നത് നിത്യമായി നിലനിൽക്കുന്ന അസ്തിത്വമുള്ള ഒന്നാണ് മനസ്സ്. നിത്യമായ അസ്തിത്വമുള്ള ഒന്നായിരിക്കണം മനസ്സെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതാണ് ഈ ജീവൻ ഉത്ഭവിക്കാൻ കാരണം. ഈ ബുദ്ധിവൈഭവം അല്ലെങ്കിൽ ഈ മനസ്സ് ഒരു വ്യക്തിയുടേതാണ്. ബുദ്ധിവൈഭവവും മനസ്സും ഒരു കല്ലിൻ്റെയോ മണ്ണിൻ്റെയോ വെള്ളത്തിൻ്റെയോ പുഴയുടെയോ അല്ല. അതൊരു വ്യക്തിയുടേതാണ് മനസ്സ്. അപ്പം ബുദ്ധിവൈഭവമുള്ള, ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ഈ സകല ജീവനുള്ള സകലത്തിൻ്റെ പിന്നിലുള്ളത്. അത് ദൈവമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അവൻ്റെ കൈവേലയാണ്. അവൻ്റെ കൈവേല എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആകാശ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. ദൈവത്തിൻ്റെ ഒരു മനോഹരമായ ഒരു സൃഷ്ടി, നമ്മൾ നെയ്തെടുക്കുന്ന ഒരു തുണിയിൽ ചിത്രങ്ങൾ നെയ്തെടുക്കുന്നത് പോലെ, ചെയ്തെടുത്തതുപോലെ ദൈവം മനോഹരമായ ആകാശത്തെ അണിയിച്ചൊരുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഇപ്പോൾ ബൈബിളിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ ആരംഭിക്കുമ്പോൾ അവിടെ ആരംഭിച്ചത് ഇപ്രകാരമാണ്: ദൈവത്തെ തെളിയിക്കാനുള്ള പുസ്തകമല്ല ബൈബിൾ. ദൈവം മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവം തെളിയിക്കപ്പെടേണ്ട കാര്യമില്ല. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ആകാശഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ആദ്യ വാക്യത്തിൽ തന്നെ പറഞ്ഞു തരികയാണ്. ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ സകലവിധത്തിൽ രൂപത്തിലുമുള്ള ജീവന്റെ ഉറവിടമെന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ സൃഷ്ടികർമ്മമുള്ള ആ മനസ്സിൽ നിന്നാണ്. സൃഷ്ടാവായി ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. മനസ്സാണ് കൽപ്പിച്ചത്. കൽപ്പിക്കുന്ന ഉറവിടം ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. സങ്കീർത്തനം 33, സങ്കീർത്തനം 8 അവർ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ദൈവത്തിന്റെ കൽപ്പനയാണ്.
മനസ്സാണ് കൽപ്പിക്കുന്നത്. ദൈവം വിഭാവന ചെയ്ത മനസ്സിനുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം. മത്സ്യങ്ങൾ ഈ വിധത്തിൽ ഉണ്ടാകണം, മൃഗങ്ങൾ ഈ വിധത്തിലായിരിക്കണം, വൃക്ഷങ്ങൾ ഈ വിധത്തിലായിരിക്കണം, പുല്ലുകളും പൂക്കളും ഇങ്ങനെ ആയിരിക്കണം. എന്തൊരു വലിയ മനസ്സാണ് അപ്പോൾ അത്. ഇതിന്റെ അത്യുന്നതമായ പരിശുദ്ധമായ മനസ്സിനുള്ളിൽ ദൈവം വിഭാവനം ചെയ്തു, ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ താനെ ഒരു പദാർത്ഥം ഒരു മണ്ണിൽ നിന്ന് താനെ ഉണ്ടായതല്ല, ദൈവം കൽപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്. ജീവനുള്ള സകലത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആ മനസ്സാണ്. ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന കർമ്മം, ആ സൃഷ്ടികർമ്മം നടത്തിയ മനസ്സാണ്. ഈ കാണുന്ന ലോകത്തെ താനേ ഉണ്ടായതല്ല, പദാർത്ഥങ്ങൾ ഉണ്ടായതല്ല, ഒരു മനസ്സ്, അതായത് ദൈവം എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അങ്ങനെ അപ്പോൾ ദൈവമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ചുറ്റുമുള്ള ഈ കാരണം, ഈ ഫലം, അതിൻ്റെ കാരണം ദൈവമാണ്. ഇപ്പോൾ ഫലവും കാരണമെന്ന സിദ്ധാന്തം തന്നെ ഉപയോഗിച്ച ഇത് വ്യക്തമാണ്. ദൈവം പറഞ്ഞു എൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്ന റോമലേഖനം 1-ാം അധ്യായം. അദൃശ്യനായ ദൈവത്തിന്റെ തെളിവാണ് ഈ ദൃശ്യമായ പ്രപഞ്ചം. പ്രപഞ്ചത്തിന്റെ മനോഹാരിത, ആവിഷ്കാരം, ഭംഗി, ക്രമീകരണം എല്ലാം കാണിച്ചു തരുന്നത് ഒരു ബുദ്ധി വൈഭവമുള്ളൊരു മനസ്സ്. മനുഷ്യന്റെ മനസ്സുകളെക്കാളും എത്രയോ ഉന്നതമായൊരു മനസ്സ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം കാണപ്പെടുന്നത്, ഉണ്ടായതെന്ന് കാണിച്ചു തരികയാണ്. ഈ വാദം, ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വാദം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. എബ്രായർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. എല്ലാം ചമയ്ക്കുകയാണ്. ദൈവം ചമച്ചതാണ് ഈ ഭൂമി. അതൊരു മനസ്സാണ്, ഒരു ബുദ്ധി വൈഭവമാണ്, അതൊരു സാമർഥ്യമാണ്. ചില മനുഷ്യർ ഇതിന് വിരോധമായി ചിന്തിക്കാറുണ്ട്. പരീക്ഷണശാലയിൽ, ലാബറട്ടറിയിൽ തന്നെ നമുക്ക് ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നൊരു ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കുന്ന സാധ്യതയില്ല. ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ജീവനുള്ള ഒന്നുണ്ടാകില്ല. അനക്കമില്ലാത്ത, ചലനമില്ലാത്ത ഒന്നിൽ നിന്ന് ഒരു പരീക്ഷണശാലയിൽ നിന്ന് അതുണ്ടാകില്ല. അതുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഒരു ബുദ്ധിവൈഭവം, ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ ഒരു ബുദ്ധിവൈഭവം തന്നെയുണ്ട്. അവിടെ ആ സിദ്ധാന്തം തന്നെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ പരീക്ഷണശാലയിൽ ജീവനില്ലാത്ത ഒന്നിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ചു എന്ന് പറയാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഇതുകൊണ്ട് വിശ്വാസ്യമായപ്പെട്ട കാര്യമില്ല. അങ്ങനെ ആ ജീവനില്ലാത്ത പദാർത്ഥത്തിൽ നിന്ന്, ചലനമില്ലാത്ത പദാർത്ഥത്തിൽ നിന്ന് ചലനമുള്ള ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിയുണ്ട് അവിടെ. അതേ ന്യായം തന്നെ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു ബുദ്ധിയില്ലേ, ഒരു മനസ്സില്ലേ, ഒരു വൈഭവമില്ലേ, ഒരു ജ്ഞാനമില്ലേ? അത് തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാകില്ല. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. അത് ദൈവമാണ്. ബുദ്ധിവൈഭവമുള്ള ജ്ഞാനിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഭൗതികവാദികളായ നിരീശ്വരവാദികളും തത്വചിന്തകന്മാരും അവർക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ഈ വാദം. കാരണം ഒരു ഫലത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മൾ ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം ഒരു ഫലമാണ്. നിങ്ങളും ഞാനൊരു ഫലമാണ്. പക്ഷെ അതിന് പിന്നെ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ ഫലം, ആ കാരണം കൊണ്ടാണ് നമ്മൾ ഉത്ഭവിച്ചത്. താനെ മണ്ണിൽ നമ്മളിങ്ങനെ പൊട്ടിമുളച്ചതല്ല. ഒന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിന് പിന്നിൽ ഒരു വിത്തുണ്ടാകണം, ഒരു കാരണമുണ്ടാകണം. അപ്പം അതാരാണ്? അതൊരു വ്യക്തിയാണ്. ഈ മനസ്സ് ഒരു മനസ്സാണ്. മനസ്സ് വ്യക്തികൾക്കുള്ളതാണ്. ഈ ബൾബിനോ ഈ പുസ്തകത്തിനോ മനസ്സില്ല. മനസ്സ് വ്യക്തികൾക്കുള്ളതാണ്. മനസ്സ് വിഭാവനം ചെയ്തതാണ് ഈ കാണുന്ന ആവിഷ്കാരവും ഭംഗി. മനസ്സിൻ്റെ പ്രകടനമാണ് അത് ഈ വെളിപ്പെട്ട് കാണുന്നത്. അവൻ്റെ കൈവേലയാണ്. അതാണ് ഈ പറഞ്ഞത്. ഇത് ഒരു വാദഗതിയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ഇന്നും മനുഷ്യൻ പരിഗണിക്കേണ്ട ഏറ്റവും വലിയ പരിഗണനാ വിഷയമെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ദൈവം വ്യക്തിപരമായി, ദൈവം അതുകൊണ്ടാണ് തൻ്റെ പുത്രനെ അയച്ചിട്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ പറഞ്ഞത്. ദൈവം പിതാവാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവം വ്യക്തിപരമായിട്ടല്ല. ദൈവം ഒരു ഊർജം, ഒരു വെളിച്ചം അല്ല. ദൈവം ഒരു വ്യക്തിയാണ്. വ്യക്തിപരമായി നമ്മോട് ഇടപെടുന്നു. ദൈവം വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപത്തെ കാണരുത്. വ്യക്തിപരമായി മനുഷ്യരെ കാണുകയും സ്നേഹിക്കുകയും അറിയുകയും ചുമക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയൊക്കെ ചെയ്യുന്ന വ്യക്തിപരമായി ദൈവം തന്നെ അവതരിപ്പിച്ച്, അതാണ് ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വരുമ്പോൾ തന്നെ ദൈവം കാണിച്ചിരിക്കുകയാണ്. അത്രമാത്രം നമ്മെ കരുതുന്ന, സ്നേഹം നമുക്ക് അടുത്ത് നിൽക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവം.
ദൈവം വ്യക്തിപരമായി നമ്മോട് ഇടപെടുകയാണ്. ആ ഒരു ദൈവമില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യാശ എന്താണ്? പ്രത്യാശയില്ല. പിന്നെ ദൈവവചനത്തിൻ്റെ ആവശ്യമില്ല. ബൈബിളൊക്കെ വെറും കള്ളമാണ് ദൈവമില്ലെങ്കിൽ. മനുഷ്യൻ്റെ ആത്മാവിനും ജീവനും അമർത്യതയില്ല. മരണശേഷം ന്യായവിധിയില്ല. ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ അതേ സമയത്ത് വചനത്തിൽ ദൈവം വ്യക്തമായി തൻ്റെ അസ്തിത്വത്തെ നമുക്ക് തെളിയിച്ചത്. ദൈവമുണ്ട്, തൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും മാത്രമല്ല ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നൊരു ദൈവമാണ്. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ പ്രതിഫലം തരാം. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താൻ കഴിയും. പക്ഷെ നമ്മൾ അന്വേഷിക്കണം. ദൈവം തെളിവുകൾ നമ്മുടെ ചുറ്റും നിരത്തി, ദൃശ്യമായ തെളിവുകൾ പ്രപഞ്ചത്തിലൂടെ പലവിധത്തിലും നമ്മൾ അന്വേഷിക്കണം ദൈവത്തെ. അപ്പോൾ ഈ വിഷയം നമ്മൾ അടുത്ത പഠനത്തിൽ തുടരുന്നതാണ്. ഇനി അടുത്ത പഠനം അടുത്ത ആഴ്ചയായിരിക്കും, തിങ്കളാഴ്ചയായിരിക്കും ഈ പഠനം നമ്മൾ തുടരുന്നത്. ഇനിയുള്ള 3 ദിവസങ്ങളിൽ രാവിലത്തെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്ന് വൈകുന്നേരം കൊലോസ്യലേഖനത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ എപ്പോഴും ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ പരിഗണന ദൈവമായിരിക്കട്ടെ. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം ഉണ്ട് എന്ന സത്യം ബോധ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അത് വളരെ നിർണായകമാണ്. ദൈവം അന്വേഷിക്കുന്നതാണ്. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കണം. മനസ്സിൽ ആ വലിയ നിശ്ചയം, പൂർണ്ണ നിശ്ചയം വേണം ദൈവമുണ്ടെന്ന്. നമ്മൾ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവം ഉണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് വേണം നമ്മളിതെല്ലാം നൽകാൻ ചെയ്യാൻ. ദൈവങ്ങളെ സഹായിക്കും.